ഇറ്റ്സ് മീ ശ്വേതാപ്പി. ഇത്തവണത്തെ നമ്മുടെ വീഡിയോയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും അധികം വൈൽഡ് ആനിമൽസിനെ കാണാൻ സാധിക്കുന്നതും വളരെ മനോഹരവുമായിട്ടുള്ള ഫോറസ്റ്റുകളിലൊന്നായ ഗവിയിലേക്കുള്ള യാത്രയും തൊട്ടടുത്തുള്ള കൊച്ചുപമ്പയിലെ ഒരു അടിപൊളി ടെന്റ് സ്റ്റേയുമാണ് ഉള്ളത്. പിന്നെ വൈൽഡ് ആനിമൽസിനൊക്കെ കണ്ടുകൊണ്ട് ലേക്കിലൂടെയുള്ള ഒരു ബോട്ടിങ്ങും ഫോറസ്റ്റ് സഫാരിയും കാട്ടിലൂടെയുള്ള ട്രെക്കിങ്ങും അതോടൊപ്പം 3 നേരം നല്ല നാടൻ രുചിയിലുള്ള ഭക്ഷണമൊക്കെ കൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ളൊരു കിഡിലൻ പാക്കേജാണിത്. ഇതെല്ലാം കൊണ്ട് തന്നെ KFDCയുടെ മറ്റു ഫോറസ്റ്റ് സ്റ്റേസിനെ അപേക്ഷിച്ച് കൊച്ചുപമ്പ ടെന്റ് സ്റ്റേ തീർച്ചയായിട്ടും അഫോർഡബിൾ ആണ് കേട്ടോ. കാട്ടിലൂടെയുള്ള യാത്രകളും ഭംഗിയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ തരുന്ന ഒരു സ്ഥലമായ നമ്മുടെ ഈ ഗവി വീഡിയോ മുഴുവനായിട്ട് കാണണേ. നമ്മള് ഗവി കൊച്ചുപമ്പ സ്റ്റേയില് ടെന്റ് സ്റ്റേയില് വന്നേക്കുവാണ്. അപ്പൊ നമ്മുടെ ഒപ്പം ഇന്ന് മൊത്തം ഉണ്ടാവുന്നത് ഈ ചേട്ടനാണ്. ചേട്ടന്റെ പേരെന്താണ്? ജെയിംസ് എന്നാണ്. ഞങ്ങൾ ജെയിൻ എന്നാണ് കേട്ടോ വിളിക്കണേ. കാട്ടിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഈ ടെന്റ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ യാത്ര തുടങ്ങുന്നത് കുമളിയിലെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിന് ഒരു 300 മീറ്റർ മുന്നേ ഉള്ള ഈ KFDCയുടെ ഓഫീസിൽ നിന്നാണ് കേട്ടോ. ഇവിടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു കഴിയുമ്പോൾ അവർ തരുന്നൊരു റെസീപ്റ്റ് ആയിട്ട് വേണം വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നമ്മൾ എത്താനായിട്ട്. എന്നിട്ട് ഈ ചെക്ക് പോസ്റ്റിലെ കൗണ്ടറിൽ നേരത്തെ കിട്ടിയ റെസീപ്റ്റും കാണിച്ച് എൻട്രി ഫീസായി ഒരാൾക്ക് 45 രൂപയും കാറിന് 85 രൂപയും അടക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഗവി ഫോറസ്റ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ യാത്ര തുടങ്ങിയത് തന്നെ കാട്ടാനകളെ കണ്ടുകൊണ്ടാണ് കേട്ടോ. ആദ്യം കണ്ടത് ഈ 2 ആനകളെ മാത്രമായിരുന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഇതേ സ്ഥലത്ത് കണ്ടത് അതൊരു വലിയ കാട്ടാന കൂട്ടത്തെ തന്നെയാണ്. അവിടെ 11 ആനയുണ്ട്. അവിടെ ഫാമിലി നടന്നു. കാട്ടാനകൾ ഓരോ ഗ്രൂപ്പായി ഈ മലയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നതും നടക്കുന്നതും ഒക്കെ കാണാം. കുറച്ച് കുട്ടിയാനകളും ഉണ്ട് ഈ കൂട്ടത്തില്. അതുകൊണ്ട് തന്നെ ഇതുപോലെ മുതിർന്ന ആനകളെല്ലാം കുഞ്ഞാനകളെ വളരെ പ്രൊട്ടക്ഷനോടെ ചുറ്റും കവർ ചെയ്താണ് എപ്പോഴും നിൽക്കുന്നത്. ഇങ്ങനൊരു സുരക്ഷാ വലയത്തിൽ നിന്ന് ഒരു പിടിയാന ഒന്ന് നീങ്ങിയപ്പോൾ തന്നെ എനിക്ക് കാണാൻ സാധിച്ചത് വളരെ റെയർ ആയിട്ടുള്ള, അത് ഇത്രയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണേ. നോക്കിക്കേ നിങ്ങളൊന്ന്, ഒരു കുഞ്ഞനാനയ്ക്ക് അമ്മയാന മുലയൂട്ടുന്നൊരു കാഴ്ചയാണത്. നേഴ്സിംഗ് സമയം സാധാരണ കാട്ടാനകൾ അത്രയധികം കാവല് നിൽക്കും കുഞ്ഞുങ്ങൾക്ക് ചുറ്റും. എന്തായാലും ഈ ഒരു കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചത് വളരെ ലക്കായിരുന്നു കേട്ടോ. പിന്നെ ചൂട് മാറാനായിട്ട് മണ്ണ് വാരി ശരീരത്തിലേക്ക് ഇടുന്ന കാഴ്ചയാണ് ഇത്. പച്ചപ്പിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഈ ഒരു ഗവി റൂട്ടിൽ ഒരുപാട് അനിമൽ സൈറ്റിങ്സിന് ചാൻസ് ഉണ്ട്. എന്തായാലും ഗവി ഫോറസ്റ്റ് റൂട്ടിലൂടെയുള്ള റൈഡ് തന്നെ ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഗവി റൂട്ടിൽ 2 വീലേഴ്സ് അലൗഡ് അല്ല കേട്ടോ. ഗവി പാക്കേജസ് ബുക്ക് ചെയ്തിട്ട് വരുന്ന 4 വീലേഴ്സിന് മാത്രമേ ഇങ്ങോട്ടേക്ക് എൻട്രി ഉള്ളൂ. പോകുന്ന വഴി ഒരു മഴ കൂടി പെയ്തപ്പോൾ കാടിന്റെ ഭംഗി ഒന്നുകൂടെ കൂടി. അങ്ങനെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഗവിയും കഴിഞ്ഞുള്ള കൊച്ചുപമ്പ എക്കോ ടൂറിസം ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തു. ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ടെന്റിലേക്ക് നടക്കുവാണേ. ഇവിടെ ടെന്റ്സിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു കാർ പാർക്കിംഗ് ഉള്ളത്. അങ്ങനെ നമ്മൾ ഗവി സ്റ്റേയിലെത്തി. കൊച്ചുപമ്പ സ്റ്റേ കേട്ടോ, ടെന്റ് സ്റ്റേ ആണ്. ഇതാണ് ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ സ്റ്റേ ചെയ്യുന്ന ടെന്റ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണേ. ഉള്ളിൽ കയറിയിട്ട് കാണിച്ചത്. ഇവിടെ ഉള്ളിൽ ഇങ്ങനെ 2 സൈഡിലായിട്ട് ഇതിട്ടിട്ടുണ്ട്, ബെഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് തുറക്കാം. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇത് തുറന്നിട്ട് ഇവിടെ നിന്ന് ഈ ഒരു നേച്ചറിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കും. പൊടിമഴയൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പുറത്തേക്ക് നോക്കിയപ്പോ ദേ ഒരു മലയണ്ണാൻ തല കുത്തി നിന്ന് ഇലകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ഈ ഒരു പോസ് തന്നെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ദേ ഇവിടെ ആയിട്ടൊരു കരിങ്കുരങ്ങും ഉണ്ട്. അപ്പൊ ഇതുപോലെയുള്ള നല്ല കാഴ്ചകൾ നമുക്ക് ടെന്റിന്റെ അകത്ത് തന്നെ ഇരുന്ന് കാണാം.
ഇലക്ട്രിസിറ്റി ഒന്നുമില്ല, പിന്നെ അത്യാവശ്യത്തിന് ഒരു എമർജൻസി ലൈറ്റ് മാത്രമേ ഉള്ളൂ. നീറ്റായിട്ടുള്ളൊരു ടെൻ്റാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കേ അങ്ങോട്ട്. ആഹാ, കാട്ടിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഈ ടെൻ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഈ പാക്കേജിൽ ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആണ്. ലഞ്ച് നമുക്ക് ചെക്ക് ഇൻ ചെയ്യുമ്പോഴാണോ അതോ അടുത്ത ദിവസം ചെക്ക് ഔട്ട് ടൈമിലാണോ വേണ്ടതെന്ന് മുൻകൂട്ടി ഇവരെ അറിയിക്കണേ. എന്തായാലും ഫുഡിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. നല്ല കിടിലൻ സദ്യയായിരുന്നു. ഇവിടുത്തെ സ്റ്റാഫ്സൊക്കെ തന്നെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ഇതെല്ലാം. അപ്പൊ ഈ ഒരു പാക്കേജിൽ ബോട്ടിങ്ങും സഫാരിയും ട്രെക്കിങ്ങും ഇൻക്ലൂഡഡ് ആണ്. വീക്കെൻഡ്സിന് 2 പേർക്ക് 5000 രൂപയും ഇട ദിവസങ്ങളിൽ 4500 കേട്ടോ റേറ്റ്. പിന്നെ ഇവിടെ ഇതുപോലെ 4 ടെൻസ് ആണുള്ളത്. ഓരോ ടെൻസിലും 2 പേരെ വീതം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് തിരിച്ച് ടെൻറ്റിലെത്തിയപ്പോൾ പയ്യെ മഴ തുടങ്ങി. അങ്ങനെ മഴയൊക്കെ മാറി ബോട്ടിങ്ങിന് ഇറങ്ങിയപ്പോൾ 4 മണിയായിട്ടോ. ഇവിടുത്തെ ഈവനിങ് സ്നാക്സ് ആയിട്ട് ചൂട് ചായയും വടയും റെഡിയാക്കിയിട്ടുണ്ട് ഇവര്. ഇത് നോക്കി, കൊടുങ്കാടിന് നടുവിലായതുകൊണ്ട് ചുറ്റും ഇലക്ട്രിക് ഫെൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവര്. ഇതിന് താഴെ വരെ ആനയും മറ്റു അനിമൽസും വരാറുണ്ട്. ഈ ഫെൻസ് ഉള്ളത് കൊണ്ട് വന്യമൃഗങ്ങളുടെ ശല്യമൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ബോട്ടിങ്ങിന് പോവാം. അപ്പുറത്തെ സൈഡിൽ നിന്ന് മ്ലാവിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ മഴ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് ബോട്ടിങ്ങിന് പോവാം കേട്ടോ. ഈ ലേക്കിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ സ്റ്റേ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴെ ഇവിടെയും ഇലക്ട്രിക് ഫെൻസ് കാണാം കേട്ടോ. എവിടെ? നേരത്തെ 2 മ്ലാവിനെ കണ്ടിരുന്നേ, പക്ഷെ അത് അപ്പൊ തന്നെ കാട്ടിലേക്ക് കേറിപ്പോയി. നമുക്ക് വേഗം ബോട്ടിൽ കയറി അതിനെ കാണാൻ പറ്റുമോ നോക്കാം. ഇവിടുത്തെ സ്റ്റാഫായ ജെയിൻ ചേട്ടനാണ് നമ്മുടെ ബോട്ടിംഗ് ഒക്കെ കൊണ്ടുപോകുന്നത് കേട്ടോ. 1.5 മണിക്കൂറാണ് ഈ ഒരു പ്രോഗ്രാം ഉള്ളത്. ബോട്ടിങ്ങിൽ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ വെള്ളം ഇത്ര പേടിയാണ്. പക്ഷെ എന്നാലും ഈ ചേട്ടൻ അത്യാവശ്യം നല്ല സേഫായിട്ടല്ല കൊണ്ടുപോകണം, കുഴപ്പമില്ല. അവിടെയാണ് കേട്ടോ നമ്മൾ ആദ്യം കണ്ട. നമുക്ക് നോക്കാം അവിടെ തന്നെ ഉണ്ടാവും. നേരത്തെ കണ്ട മ്ലാവിന്റെ കൂട്ടം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആനിമൽസ് ഒക്കെ സ്ഥിരം വെള്ളം കുടിക്കാൻ വരുന്നൊരു സ്പോട്ടാണിത്. ചില ടൈമിൽ കാട്ടാനകളെയും കാണാം ഇവിടെ. പിന്നെ ഇത് ഗവി റിസർവോയർ അല്ല കേട്ടോ, കൊച്ചുപമ്പ ഡാമിന്റെ ഭാഗമാണ് ഈ ഒരു ലേക്ക്. ഇത് കാട്ടുതാറാവാണ്. ഇത് ഫുൾ ടൈം ഇങ്ങനെ വെള്ളത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ കാട്ടുപന്നികൾ നടക്കുന്നുണ്ട് കൂട്ടത്തോടെ. ശബരിമലയിൽ നിന്ന് 10-200ഓളം കാട്ടുപന്നികളെ കടുവയ്ക്ക് തീറ്റയായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടെന്നാണ് ജെയിൻ ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. ദാ നോക്കിക്കേ, ആ കാണുന്ന കോളനിയിൽ അവരുടെ വീട്ടിലേക്ക് കയറിയ കാട്ടുപന്നികളെ അവരുടെ പട്ടികൾ ഓടിച്ചുവിടുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെയാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഈ പിള്ളേർക്കിടയിലൂടെ കാട്ടുപന്നികൾ ഒരു ഊസലില്ലാതെയാണ് നടന്നു പോകുന്നത്. ഈ ഒരു ലേക്കിന്റെ പരിസരത്തായിട്ട് ഒരുപാട് ബേർഡ്സിനെ കാണാം. അതുകൊണ്ട് തന്നെ ബേർഡ് വാച്ചിങ്ങിന് വരാൻ പറ്റിയ നല്ല കിഡിലൻ സ്പോട്ടാണിത്. ഫാമിലി ആയിട്ട് വരാനാണെങ്കിലും നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ബോട്ടിലിരുന്ന് തന്നെ വളരെ സേഫായിട്ട് അനിമൽസിനെ കാണാനും ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിക്കാനും പറ്റും. ഇതുകൂടാതെ നാളെ രാവിലെ ഒരു ജംഗിൾ സഫാരിയും ഒരു ട്രെക്കിങ്ങും കൂടെയുണ്ട്. എല്ലാം കൊണ്ടും ഇവിടെ വരുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഇവിടെ മഴ ഉണ്ടായിരുന്നത് കൊണ്ട് കോടയൊക്കെ വന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ കാണാനായിട്ട്. അങ്ങനെ ഡാമിന്റെ സൈഡിലെത്തിയപ്പോഴേക്കും കുറെ മയിലുകളൊക്കെ കാണായിരുന്നു കേട്ടോ. ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ടത് അടുത്തായിട്ടൊരു മ്ലാവിനെയാണ്. ഇതിന്റെ കഴുത്തിലൊരു കറുത്ത പാട് കണ്ടു. അത് കാണുമ്പോൾ ഒരു മുറിവ് പോലെ തോന്നുമെങ്കിലും അത് മെച്ചൂർഡായിട്ടുള്ള മെയിൽ സാമ്പാർ ഡിയേഴ്സിനുള്ള ഒരു സെന്റ് ഗ്ലാൻഡ് ആണ്. ഇതിൽ നിന്നുണ്ടാവുന്ന സ്മെല്ലും കൊണ്ട് ഇതുങ്ങളുടെ ടെറിട്ടറി മാർക്ക് ചെയ്യാനും ഫീമെയിൽസിനെ അട്രാക്ട് ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണേ. എന്തായാലും ഞാൻ മുന്നേ പോയിട്ടുള്ള ജംഗിൾ ക്യാമ്പ് സ്റ്റേ കഴിഞ്ഞാൽ പിന്നെ നല്ല അഫോർഡബിൾ ആയിട്ടും കിടിലൻ എക്സ്പീരിയൻസും കിട്ടുന്ന ഒരു 10 പ്രോഗ്രാമാണ് ഈ 10 സ്റ്റേ.
ഈ സ്റ്റേ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് ഗവി KFDC എക്കോ ടൂറിസം വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ചെത്തിയപ്പോഴേക്കും നല്ല കോടയുണ്ട്, ഇരുട്ടുമായിട്ടുണ്ട്. ടെന്റിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു എമർജൻസി ലൈറ്റ് തന്നിട്ടുണ്ട്. കൂടാതെ ഫ്ലാസ്കിൽ ചൂടുവെള്ളവും തന്നിട്ടുണ്ട്. പിന്നെ ക്യാമ്പ് ഫയർ ഇട്ടിട്ടുണ്ട്. പക്ഷെ വലിയ തണുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അധികം നേരം ഇവിടെ ഇരിക്കാതെ നേരെ പോയിട്ട് ഫുഡ് കഴിക്കുവാണ്. ചപ്പാത്തിയും ചിക്കൻ കറിയും സാലഡും ഒക്കെ ആയിട്ട് നല്ല സ്വാദുള്ള ഫുഡായിരുന്നു കേട്ടോ. എന്നാൽ ഇവിടുത്തെ ഫുഡെല്ലാം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫുഡും കഴിച്ച് രാവിലെ സഫാരിക്ക് പോവാൻ നേരത്തെ തന്നെ കിടന്നു. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റു. ഒരു 6:30 ഇവിടെ നിന്ന് ഒരു ബസ് സഫാരി ഉണ്ട്. ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ ഗവിയിൽ നിന്നുള്ള ബസ് ഇപ്പോൾ വരും. ഇവിടെ കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട്, പിന്നെ കോടയൊക്കെയാണ്. നോക്കെന്ന് എന്തോരം അനിമൽ സൈറ്റിങ്സ് ഒക്കെ കിട്ടുമെന്ന് കേട്ടോ. രാവിലെ തന്നെ കണ്ടത് ഒരു മലമുഴക്കി വേഴാമ്പലിനെയാണ്. ഒരു കാക്ക അതിനെ ആക്രമിക്കുമായിരുന്നു. ഇത് കണ്ടിട്ട് ആ വേഴാമ്പല് ആ കാക്കയുടെ മുട്ടയോ അതിന്റെ കുഞ്ഞിനെയോ മറ്റോ തിന്നിട്ടുണ്ടാവാനാണ് ചാൻസ്. അങ്ങനെ നമ്മളെ സഫാരിക്ക് കൊണ്ടുപോകുന്ന ഈ ഒരു ബസ് വരുന്നത് ഗവിയിൽ നിന്നാണേ. അപ്പൊ അവിടെ നിന്നുള്ള ഗസ്റ്റും ഒക്കെ ഉണ്ട് ഇതില്. ആദ്യം കുറച്ച് മ്ലാവിനെ കണ്ടെങ്കിലും അതൊക്കെ ദൂരെയായിരുന്നു. കുറച്ചുകൂടെ പോയി കഴിഞ്ഞാണ് വലിയൊരു കൂട്ടം കാട്ടുപോത്തിനെ കണ്ടത്. ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കൂട്ടത്തില്. ആഹാ, നോക്കേ, ആ ആൽഫഗറി വരുന്ന വരവുണ്ടോ? ഇവനാട്ടോ ഈ ഗ്രൂപ്പിന്റെ ലീഡർ. എത്ര അധികം എണ്ണം ഉണ്ടായിട്ടും ഈ ആൽഫഗറി വന്നപ്പോ എല്ലാവരുടെയും കണ്ണുകൾ അവന്റെ നേർക്കായി. ഇവനാണ് ബാക്കിയുള്ളതുങ്ങളെ നയിക്കുന്നത്. എന്ത് ഡേഞ്ചർ ഉണ്ടെങ്കിലും ഇവനായിരിക്കും ആദ്യം സെൻസ് ചെയ്ത് അറിയിക്കുന്നത് ബാക്കിയുള്ളതുങ്ങളെ. ഇവിടെ ക്യാമഫ്ലാഷ് ആയിട്ട് ഒരാൾ ഇരിപ്പുണ്ട്. കണ്ണ് കാണാവന്റെ. ഇതുപോലെയൊക്കെ ഇരിക്കുമ്പോ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പാടാണ് കേട്ടോ മൃഗങ്ങളെ. അങ്ങനെതാ ഈ ഒരു വ്യൂ പോയിന്റും കണ്ട് തിരിച്ച് സ്റ്റേയിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. ഇടിയപ്പവും മുട്ടക്കറിയും ബ്രെഡും ജാമും ബട്ടറും ഒക്കെ ഉണ്ടായിരുന്നു. ദാ നമ്മുടെ പാക്കേജിലുള്ള ലാസ്റ്റത്തെ ആക്ടിവിറ്റിയാണ് ഈ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണേ. ഇന്നലെ നമ്മൾ ബോട്ടിങ്ങിൽ പോയില്ലേ, അവിടുന്ന് തന്നെ റൈറ്റിലേക്കുള്ള ഈ വഴിയിലേക്കാണ് കയറുന്നത്. ഫുള്ള് ഇങ്ങനെ ഇലക്ട്രിക് ഫെൻസ് വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഈ ജങ്കാറിൽ കയറിയിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്ത് ആ വഴിയാണ് നടന്നു പോകുന്നത്. ചേട്ടൻ അത്യാവശ്യം എല്ലാ സൈറ്റിങ്സും നമ്മൾ കാണാത്തതും ചേട്ടൻ വിളിച്ചൊക്കെ കാണിച്ചു തരുമായിരുന്നു. അത്യാവശ്യം നല്ല സൈറ്റിങ്സ് ഉണ്ട് ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ ഫാമിലി ആയിട്ടും അല്ലാതെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയൊരു കിഡ് സ്പോട്ടാണ് കേട്ടോ. കാരണം നല്ല ഒറ്റ നടുക്കായിട്ടുള്ള ഒരു സ്റ്റേയും കുറെ ട്രക്കിംഗ് പ്രോഗ്രാംസും ബോട്ടിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവര്, എൻ്റെ പഴയ വീഡിയോസ് ഒന്നും കാണാത്തവര് കണ്ടു നോക്കണേ. കുറേ ട്രക്കിംഗ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്ക്. അങ്ങനെ ഈ ചങ്ങാടത്തിൽ കയറി ഈ ഒരു ലേക്കും ക്രോസ് ചെയ്തിട്ട് ആ കാണുന്ന മലയിലൂടെയാണ് നമ്മളിപ്പോൾ ട്രെക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ അട്ട കയറാതിരിക്കാൻ കാലിൽ ലീച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വൈകിട്ട് ബോട്ടിങ്ങിന് പോയപ്പോഴേക്കും പ്ലാവിനെയൊക്കെ കണ്ടില്ലേ, ആ ഒരു സ്ഥലത്ത് കൂടിയാണ് കേട്ടോ ഇപ്പൊ ട്രക്കിങ് പോയിക്കൊണ്ടിരിക്കണേ. ഈ ഒരു ഗവി ഭാഗത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ മലബാർ ജയന്റ് സ്ക്വയറൽ അല്ലെങ്കിൽ മലയണ്ണാനാണ്. പല വലിപ്പത്തിലുള്ളതുങ്ങൾ മരങ്ങളിലൂടെ ചാടി ഓടിക്കളിക്കുന്നത് കാണാം. ഇതുങ്ങൾ എപ്പോഴും ഈ മരങ്ങളുടെ ഉയരത്തിൽ തന്നെയായിരിക്കും. താഴേക്ക് ഇറങ്ങുന്നതൊക്കെ വളരെ റെയറാണ്. അപ്പൊ കാടിനെ ഇഷ്ടപ്പെടുന്നവരെയും കാട്ടിലൂടെയുള്ള യാത്രകൾ എൻജോയ് ചെയ്യുന്നവരെയും ഈ ഗവി യാത്ര ഒരിക്കലും നിരാശപ്പെടുത്തില്ല കേട്ടോ. ഈ കാണുന്നത് വൈൽഡ് ഡോഗ്സിന്റെ ഡ്രോപ്പിംഗ്സ് ആണേ. മ്ലാവിന്റെ രോമമാണ് കേട്ടോ ഈ ഡ്രോപ്പിംഗ്സിൽ നിറയെ. ഇത് ലേഡി ഇൻ വെയിൽ എന്നൊരു മഷ്റൂമാണ്. ഇതുപോലെ ഭംഗിയുള്ള പലതരം മഷ്റൂംസ് നമുക്ക് ഈ കാടുകളിൽ കാണാം.
പിന്നെ പോകുന്ന വഴി എല്ലായിടത്തും ആനപ്പിണ്ടം കാണാം. ഇതെല്ലാം ആന പോകുന്ന വഴിയാണേ. അങ്ങനെ അവസാനത്തെ ഈ ഒരു വ്യൂ പോയിന്റും കണ്ട് തിരിച്ച് ഈ കാർഡമം പ്ലാന്റേഷൻ വഴി ഇറങ്ങുവാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ആന ഒന്നും പ്ലാന്റേഷനിലേക്ക് കയറാതിരിക്കാനായിട്ട് ഇലക്ട്രിക് ഫെൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാട്ടിലൂടെയുള്ള ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ഡാമും ക്രോസ് ചെയ്ത് പത്തനംതിട്ട ഗവി റോഡിലൂടെയാണ് തിരിച്ച് സ്റ്റേയിലേക്ക് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ അറിയിക്കണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.